ഭക്തിസാന്ദ്രമായ ആറ്റുകാൽ അമ്മയുടെ പൊങ്കാലയുടെ നടയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ മുൻ വർഷത്തെക്കാൾ കൂടുതൽ വലിയൊരു ജനസംഖ്യ ഇന്ന് ഒരുപക്ഷെ ഇവിടെ ഉണ്ടാവും. ഇതിന്റെയൊക്കെ കണക്ക് അവസാനം പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിൽ പോലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീജനങ്ങൾ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഏറ്റവും കൂടുതൽ ഭക്തര് ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രസാദം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ചടങ്ങ് എന്ന രീതിയിൽ ഇവിടുത്തെ വിളക്ക്, അതും എടുത്തു പറയേണ്ടത് നാരങ്ങയിൽ ഒരു വിളക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അത് കൊടുക്കാനായിട്ട് ഇത്രയും കണക്കിന് വരുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. വലിയ തിരക്കായിരുന്നു നേരത്തെ അനുഭവപ്പെട്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി അതിനൊരു ക്ഷമനം ഉണ്ടെന്നുള്ളതാണ്. ഇതിനൊരു ശാസ്ത്രമൊക്കെ അറിയാമോ? ഇത് എല്ലാ വർഷവും പൊങ്കാലിടാൻ വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ വിളക്ക് കൊടുക്കാൻ വരാറുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. എന്താണ് ഇത്തവണ ഒരു മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടൊക്കെ? അങ്ങനെയൊന്നുമില്ല, ഇവിടെ വരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അതിനൊരു അനുഗ്രഹം കിട്ടിയത്. എവിടെന്നാ വരുന്നത്? കോഴിക്കോട്. ഒരു പക്ഷേ കേരളത്തിന്റെ വലിയൊരു വ്യത്യാസമുള്ള അല്ലെങ്കിൽ അപ്പുറത്തേക്ക് കുറച്ചധികം ദൂരമുള്ള ഒരിടത്തു നിന്നാണ് ഒരു ഭക്ത വന്നിട്ടുള്ളത്. അപ്പം ഒരുപക്ഷെ ഇവിടെ നിൽക്കുന്ന എല്ലാവരും തന്നെ സൂക്ഷിച്ച് ഒരുപക്ഷെ ഹായ് ചേച്ചി, എവിടെന്നാ വരുന്നത്? കോഴിക്കോട്. എല്ലാവരും കോഴിക്കോട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നിങ്ങൾ ഒരുമിച്ച് വന്ന ആളുകൾ തന്നെ ആയിരിക്കും അല്ലേ? അല്ല, എങ്കിൽ പോലും ഒരു ഐക്യത്തിന്റെ ഒരു ഇടം കൂടിയാണെന്നുള്ളതാണ്. ഒരു ഐക്യം ഒരുപക്ഷെ നിങ്ങളെ ചുറ്റും കാണാൻ സാധിക്കുന്നത്. എല്ലാവരും കോഴിക്കോടാരാണോ? ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരോ? അത് എവിടെ വർക്ക് ചെയ്യുന്നത്? ഓക്കെ, അയൽവാസികളാണ്. അതായത് ഇവിടെ ഒരു സാഹോദര്യവും സ്നേഹമൊക്കെ ഒരു പക്ഷെ നിങ്ങൾ ബന്ധപ്പെട്ടതാണ് എല്ലാവരും. അപ്പൊ ഇവിടെ ഒരു സാഹോദര്യവും സ്നേഹവും ഒക്കെ ഒരു പക്ഷെ കാണാൻ പറ്റുന്ന ഒരു ഇടം കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല എന്നുള്ളത്. എത്ര വർഷമായിട്ട് ഒരുമിച്ച് വരുന്നത്? 4 വർഷമായിട്ട് ഒരുമിച്ചാണ് നിങ്ങൾ പൊങ്കാലിടുന്നത്. അപ്പം എന്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു പൊങ്കാല നിവേദ്യം എന്നുള്ളത്? ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധിക്കാൻ പറ്റും. അതുകൊണ്ടുള്ള അമ്മേനോടുള്ള എന്താ പറയാ, അമ്മേനോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കാര്യങ്ങളെല്ലാം സാധിച്ചു തരും. ഞാനിപ്പോ 4ാമത്തെ വർഷമാണ്. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ വരുന്ന ഓരോ ഭക്തിയും എടുത്തു പറയുന്ന ഒരു കാര്യം എന്നുള്ളത് മനസ്സിൽ ആഗ്രഹിച്ച് സാധിക്കണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി തന്നെ അമ്മ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രസാദം നിങ്ങൾ എന്താണ് ഉണ്ടാക്കാൻ? പായസമുണ്ട്, പിന്നെ മൺപുട്ടുണ്ട്, പിന്നെ തെരളിയപ്പം. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തുണ്ടാക്കുക എന്നുള്ളതും കൂടിയുണ്ട്. എവിടെയാണ് പൊങ്കാലിടുന്നത്? ഞങ്ങളിവിടെ നടയിൽ തന്നെ. ഒരുപക്ഷെ വലിയൊരു ഭാഗ്യവും കൂടി ഇവർക്ക് ഉണ്ടെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഈ നടയിൽ തന്നെ പൊങ്കാലിടാൻ സാധിക്കുക എന്നുള്ളത് അതിന് കുറെ ദിവസങ്ങൾക്ക് മുന്നേ വന്നൊരു പക്ഷേ സ്ഥലം പിടിക്കേണ്ടി വന്നൊരു കാര്യമൊക്കെ ഉണ്ട്. ഞങ്ങൾ മെഞ്ഞാന്ന് രാത്രിയാണ് എത്തിയത്. അതൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. മെനഞ്ഞാന്ന് രാത്രി എത്തിയ ഭക്തരാണ് ഇവർ മെനഞ്ഞാന്ന് രാത്രി തന്നെ ഇവിടെ ഒരു സ്ഥലം ബുക്ക് ചെയ്യുകയും ഇവിടുത്തെ അടുത്തുള്ള അവസ്ഥയൊക്കെ ഒരുപക്ഷെ ബാത്റൂമും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്ഥലമൊക്കെ ഉപയോഗിച്ചുകൊണ്ടല്ലേ അത് ഞങ്ങൾക്ക് റൂമൊക്കെ കിട്ടി, എല്ലാ സൗകര്യങ്ങളും കിട്ടി. അങ്ങനെ എടുത്തിട്ടുള്ള അമ്മമാരാണ്. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ സാധിക്കട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു പരിസരം നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ജനസാന്ദ്രത കൂടുതലുള്ള ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഇടവും കൂടിയാണ്. നമ്മളിങ്ങനെ കടന്നുപോയി കഴിഞ്ഞാൽ പ്രായഭേദമന്യേ ഒരുപക്ഷെ എല്ലാ സ്ത്രീകളും ഒരുപക്ഷെ വളരെ കൊച്ചുകുട്ടി മുതൽ വലിയ ആളുകൾ വരെയൊക്കെ തന്നെ അമ്മയെ കാണാനായിട്ട് ആറ്റുകാൽ അമ്മയുടെ നടയിലേക്ക് എത്തിയ ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒരുപക്ഷെ നേരത്തെ ഇതിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഇട്ടിട്ടുള്ള ഈ പറഞ്ഞ കണക്ക് കത്തിച്ച് വെച്ചിട്ടുള്ള നാരങ്ങ അടക്കം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ആ സാധ്യതയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. അല്ല, എത്ര വർഷമായിട്ട് പൊങ്കാലിടുന്നു? പൊങ്കാല ഫസ്റ്റില്ല, കോഴിക്കോട് നിന്ന് വരുന്നു. അപ്പൊ ഞാൻ ഇന്ന് പരിചയപ്പെടുന്ന കാണുന്ന ആളുകളൊക്കെ തന്നെ ഒരുപക്ഷെ കോഴിക്കോട് സ്വദേശികളാണ്. ഒറ്റയ്ക്കായിരുന്നോ? അല്ല, ഓഫീസിൽ നിന്ന് ആൾക്കാരുണ്ട്. ഓഫീസിൽ നിന്ന് ഒരുമിച്ച് വന്നവരായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ കണ്ടിട്ടുള്ള ഏകദേശം ആളുകളൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഭാഗത്ത് എനിക്ക് വലിയ സന്തോഷമുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലവും കൂടിയാണ് കോഴിക്കോട്. അപ്പൊ കോഴിക്കോട് ഭാഗത്ത് നിന്നുള്ള കുറച്ചധികം ഭക്തരെ കാണാൻ സാധിച്ചു എന്നുള്ള വലിയ സന്തോഷവും കൂടിയുണ്ട്. അപ്പം നേർച്ച വെച്ചിട്ടാണ് വന്നത്? ഇതിന് പിറകിലൊരു ശാസ്ത്രമുള്ളത് നമുക്ക് ഇതിനൊരു കുറച്ചു കാലം നമ്മൾ ഈ വെജിറ്റേറിയൻസ് ആയിരിക്കണം എന്നൊക്കെയുള്ള ഒരു നോമ്പ് നോറ്റിട്ടാണ് ഇവര് ശാരീരികമായിട്ടുള്ള ശുദ്ധിയും മാനസികമായിട്ടുള്ള ശുദ്ധിയൊക്കെ തന്നെ കൈവരിച്ചിട്ടാണ് ഒരുപക്ഷെ ഈ പറഞ്ഞ പൊങ്കാലിടാൻ വന്നിട്ടുള്ളത്. അപ്പം കുടുംബത്തിൽ നിന്ന് മറ്റാരെങ്കിലും? കുടുംബത്തിൽ നിന്നല്ല, ഓഫീസിൽ നിന്ന് വന്നതാ. അപ്പൊ കുടുംബത്തിന്റെ ആളുകളുടെയൊക്കെ തന്നെ ആരോഗ്യത്തിനും അല്ലെ സന്തോഷത്തിനും വേണ്ടിയിട്ടൊക്കെ തന്നെ അമ്മയാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ അവരുടെയൊക്കെ തന്നെ സന്തോഷം നടക്കും എന്നുള്ളത് കാണാൻ സാധിക്കും. പിന്നെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഒരുപക്ഷെ എടുത്തു പറയേണ്ടത് 2-3 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ പൊങ്കാലിടുന്നതിനായിട്ട് ആളുകൾ സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അവര് ഇവിടുത്തെ ചൂടിനെയോ മഴയോ കാറ്റിനെയോ ഒന്നും തന്നെ വകവെക്കാതെ അവിടെ ഇവര് 2 ദിവസം മുൻപേ എത്തി സ്ഥലം പിടിച്ച്
ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല നൈവേദ്യം നൽകാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ പ്രായമായ ആളുകൾ അടക്കമുള്ള ആളുകൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പ്രായമായ ആളുകൾ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടൊക്കെ തന്നെ മറന്നുകൊണ്ട് തന്നെ എല്ലാവരും ആറ്റുകാൽ അമ്മയുടെ നടയിൽ എത്തിയിട്ട് പൊങ്കാലം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും വൈകാരികമായ ചില നിമിഷങ്ങൾ കാണട്ടെ. അമ്മ നമസ്കാരം. നമസ്കാരം മോളെ. എത്ര വർഷമായി പൊങ്കാലിടുന്നു? 10-15 കൊല്ലം കൊണ്ടിടുന്നു. അതെ, 15 കൊല്ലം എന്ന് പറയുമ്പോൾ ചെറിയൊരു കാലയളവല്ല എന്നുള്ളതാണ് അല്ലേ? എവിടെ വീട്? കല്ലട ഒറ്റയ്ക്കാണോ അതോ കുടുംബത്തിലേക്കേ ഉള്ളു? അങ്ങനെ ഒരു ഒറ്റയ്ക്ക് വന്ന ഒരു ധീരമായ ഒരു വനിതയാണ് എനിക്ക് ഒപ്പം ഇപ്പൊ നിൽക്കുന്നത്. ഭയങ്കര സന്തോഷമുള്ളത് ഒറ്റയ്ക്കൊക്കെ അവിടെ നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് അമ്മയെ കാണാൻ വേണ്ടിട്ടല്ലേ? വിളിച്ച വിളിപ്പുറത്ത് മെനഞ്ഞാന്ന് വന്നിട്ട് രാവിലെ പിന്നെ ഇവിടെ എല്ലാം ഒതുക്കി വെച്ചങ്ങ് മണ്ടയ്ക്കാട്ടമ്പലത്തിൽ പോയി. അത് വലിയൊരു ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം അത്രയും ദൂരം വന്നിട്ട് ഇവിടെ 3 ദിവസങ്ങൾ 2 ദിവസം മുന്നേ വന്ന് സ്ഥലം പിടിക്കുകയും പിന്നെ അങ്ങ് മണ്ടയ്ക്കാട്ടമ്പലം തൊട്ടടുത്തുള്ള മറ്റൊരു ക്ഷേത്രത്തിൽ പോയിട്ട് അല്ലെ പ്രാർത്ഥിക്കുകയും. മണ്ടയ്ക്കാട്ടെന്ന് പറയാൻ ഒരുപാട് ദൂരെയാണ്. ഒരുപാട് ദൂരെയുള്ള ക്ഷേത്രത്തിൽ. പക്ഷെ എന്റെ അറിവിന്റെ പരിമിതി ആയിരിക്കാം. 27 രൂപ പോയിന്റ്. ഓക്കെ അവിടെ പോയി അവിടെയും പ്രാർത്ഥിച്ചിട്ട് ഒരുപക്ഷെ വന്നിട്ടുള്ള ഒരു അമ്മയാണ്. അതും തനിച്ച്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടി ഉള്ളത്, തനിച്ച് ഇവിടെ വരെ ദൂരെ വരിക, അതും ഒറ്റയ്ക്ക് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലേ? ഹാർട്ടിന്റെ അസുഖമൊക്കെ ഉള്ളത് എല്ലാം ഉണ്ട്, കൈ മരുന്നുകളല്ല. അപ്പൊ ഈ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും ഒന്നും നമുക്ക് തോന്നിക്കുന്നില്ല. ഒരു മക്കളോ? മക്കള് മോക്ക് ക്ഷേമനിധി ഓഫീസിൽ ജോലി, അവര് കോട്ടയത്ത്. മോന് അസാർജല. മോന്റെ ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്, ഭർത്താവുണ്ട്. ഇത്രയും പേരുണ്ടായിട്ട് അമ്മയ്ക്ക് ഒറ്റയ്ക്ക് വരേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒരു ചെറിയ വിഷമം ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ അത് എടുത്ത് പറഞ്ഞൊരു കാര്യം എന്നുള്ളത്, അമ്മ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ അമ്മയുടെ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ ഇവിടെ എത്തിയിട്ടുള്ളത് അല്ലെ? നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ല, നാട്ടിലുള്ള സർവ്വ മക്കൾക്ക് വേണ്ടി. അത് അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു യുദ്ധഭീതിയൊക്കെ കടന്നു പോകുന്ന സമയത്താണെങ്കിൽ പോലും ഇവിടെ വരുന്ന ഭക്തർ ഓരോരുത്തരും മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് യുദ്ധം വേണ്ട, സമാധാനം മതി എന്നുള്ളത് അല്ലേ? അന്നേരം തൊട്ട് പറയുക, ഭഗവാനെ പുറനാട്ടിൽ കിടക്കുന്ന മക്കൾക്ക് ഒരു ആപത്തും വരുത്തല്ലേ എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ കുഞ്ഞു കിടക്കുന്നല്ലേ വേറൊരു കുഞ്ഞു വന്നു കഴിയുമ്പോഴല്ലേ ആ കുടുംബത്തെ അന്തചിത്രം കാണാൻ പോകുന്നത്. തീർച്ചയായിട്ടും അമ്മയുടെ ഒരു മകൻ സൗദിയില ഷാർജയിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അവിടെയുള്ള എല്ലാ മക്കൾക്കും, ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, പ്രവാസികളായിരിക്കുന്ന എല്ലാ മക്കൾക്കും സർവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആറ്റുകാൽ അമ്മയുടെ നടയിലെത്തിയ അമ്മയെ ഭയങ്കര ബഹുമാനത്തോടുകൂടി, ഭയങ്കര ആദരവോടുകൂടി കാണുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, തനിച്ച് ഒരു അമ്മ എത്തി ഇവിടെ ഒരു പൊങ്കാല അർപ്പിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആറ്റുകാൽ അമ്മയുടെ നടയിൽ ഒരു വൈകാരികമായ നിമിഷം കൂടിയാണ്. സന്തോഷം പ്രാർത്ഥിക്കുക. ഓക്കെ, ഇവിടെ തീർച്ചയായിട്ടും എങ്ങനെ പോകുന്നു എന്നൊക്കെ എല്ലാരും ചോദിക്കുന്നത്. അതെ അതാണ് എടുത്തു പറയേണ്ടത്. അത്രയും ദൂരമൊക്കെ എങ്ങനെ യാത്ര ചെയ്യുന്നു എന്നുള്ളത് അടുത്തുള്ളവരൊക്കെ തന്നെ. അപ്പൊ പ്രസാദം കിട്ടാൻ എന്തെങ്കിലും കാണുവാണെങ്കിൽ എന്നെ വിളിക്കുക. അമ്മയുടെ അടുത്ത് 5 വട്ടം കയറി, ഒരു വട്ടം പോലും കയറാത്തവരുണ്ട്. തീർച്ചയായിട്ടും അതൊരു ഭാഗ്യമായിട്ട് നമുക്ക് പരിഗണിക്കാം. കാരണം ഇവിടെ ഒരു വട്ടം പോലും കാണാൻ സാധിക്കാതെ പലരും ഒരുപക്ഷെ ആ തിരക്കിലൊക്കെ തന്നെ പേടിച്ചുകൊണ്ട് പുറത്തേക്ക് പോയിട്ടുള്ള ആളുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ 5 വട്ടം ആറ്റുകാൽ അമ്മയെ നേരിട്ട് കാണാൻ അല്ലേ? നേരിട്ട് 5 വട്ടം കണ്ടു. അത് വലിയ സന്തോഷമാണ്. അമ്മ കുമ്പിടിയും ചെയ്ത്. അതെ തീർച്ചയായിട്ടും. അപ്പൊ മക്കൾക്ക് വേണ്ടി അല്ല, എന്റെ മക്കൾക്ക് വേണ്ടിയല്ല, നമ്മൾ മറ്റുള്ള മക്കൾക്ക് വേണ്ടി നമ്മുടെ ദൈവത്തെ വിളിക്കുമ്പോൾ നമുക്ക് ദൈവം നമ്മുടെ കാര്യത്തിൽ ഒരു കുറവും വരുത്താതെ കൊണ്ടുപോകും. തീർച്ചയായിട്ടും. അപ്പൊ അമ്മ പ്രാർത്ഥിക്കുക. അപ്പൊ അമ്മ പൊങ്കാലിടുന്ന സമയത്ത് എന്നെ എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ കുറച്ച് പ്രസാദം എനിക്ക് തരൂലേ? തരാം, ഇഷ്ടം പോലെ തരാം, ഇഷ്ടം പോലെ. അതാണ് സ്നേഹം എന്നുള്ളത്. അപ്പൊ അമ്മ കാണാം. ഓക്കെ, ഇവിടെ കുറച്ച് നേരം നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്ന കുറച്ച് മനുഷ്യർ, കുറച്ച് സ്ത്രീകൾ നമുക്കൊപ്പം ഉണ്ട്. എന്റെ കുറച്ച് ഫാൻസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും അതെ എല്ലാരും ഉണ്ട്. ഹായ് അമ്മ. വരുമ്പോഴേ നല്ല കാണുന്നത്, ഇപ്പൊ ഇങ്ങനെ ഇരിക്കണം. തീർച്ചയായിട്ടും അമ്മ ചോദിച്ചത് മേക്കപ്പ്. കാരണം ഇവിടെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. മാത്രമല്ല, നമ്മൾ എത്ര മേക്കപ്പ് ഇട്ടല്ല ആറ്റുകാൽ അമ്മയുടെ മുന്നിലേക്ക് എത്തുന്നത് പച്ചയായിട്ടൊരു മനുഷ്യൻ എന്ന പോലെ അല്ലേ? അപ്പൊ നമുക്ക് മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പൊങ്കാലിടുന്ന സമയത്ത് അതൊക്കെ വേർത്തൊലിച്ചു പോകും. നമുക്കൊരു അതെ നിങ്ങളൊക്കെ ഒരേ യൂണിഫോമിറ്റി ആണോ? പച്ചയാണോ? ഓക്കെ അതെ തീർച്ചയായും തർക്കം വേണ്ട. ഞാൻ രണ്ടില്ലല്ലോ, നമുക്ക് ഒരുമിച്ച് തീർച്ചയായിട്ടും ഒരു തർക്കം വേണ്ട എന്നുള്ളതാണ്. നമുക്ക് ഒരുമിച്ച് ഫോട്ടോ എടുക്കാം. എനിക്ക് സന്തോഷമുള്ളൂ. നമുക്ക് ശേഷം നമുക്ക് സിംഗിൾ ആയിട്ട് എടുക്കാം. ഞാൻ എടുക്കാം. ഒരുപക്ഷെ അതായിരിക്കും നല്ലത്. നിന്നൊന്നു നമുക്ക് എല്ലാവർക്കും എടുക്കാമേ. ഓക്കെ, പച്ചക്കാരും നീലക്കാരും എന്നൊക്കെ ഒരു വ്യത്യാസം ഇല്ലാതെ നമുക്ക് സാഹോദര്യത്തോടുകൂടി പൊങ്കാല അർപ്പിക്കാം എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ കാണാം. അപ്പൊ എവിടെ നിന്നായിരുന്നു വന്നത്? എന്റെ പേര് വെമ്പായം. ഓക്കെ, ഭാരതി വന്നത് വെമ്പായം. എത്ര വയസ്സായി അമ്മ? 58. പ്രായം ഇന്ന് ചെറുതായിട്ട് മാറിപ്പോയി എന്നുള്ളതാണ്.
38 എന്നായിരുന്നു പറഞ്ഞത്, പക്ഷെ മാറിപ്പോയതാണ്, 58 വയസ്സാണ്. പക്ഷെ ഒരു പക്ഷേ അമ്മ പൊങ്കാലൊക്കെ ഇടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാനമായിട്ട് ഒരു നേർച്ചയാണെന്നുള്ളതാണ്, കുട്ടികളെ ഇതുപോലെ കൃഷ്ണരൂപം ധരിച്ചു എന്നുള്ളത്. അപ്പൊ നമുക്ക് അതിലേക്കൊന്ന് പോവാം. ഹലോ, ഹായ് ഹായ് ഹായ്. ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുട്ടി. ഹലോ, ഹായ് പറ. ഒരാളല്ല ട്രിപ്ലക്സാ. എവിടെ കാണിച്ചു, നമുക്ക് 3 പേരെ കണ്ടാലോ? എവിടെ 3 പേരിൽ ഒരാൾ കരച്ചിലാണ്, രണ്ടാമത്തെ ആളോ? വരൂ. അപ്പൊ ഇതൊരു നേർച്ചയായിരുന്നില്ലേ? ഇതിനൊരു ശാസ്ത്രം പറയോ? ഇത് ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു, അപ്പോ അങ്ങനെ ദേവിയോട് നേർച്ച ചെയ്ത് കിട്ടിയ കുട്ടികളാ ഇവര്. സന്തോഷം. ഈ 3 പേരും ഒരാളുടെ ആണോ? അതെ, എന്റെ ട്രിപ്ലക്സാ. എന്താ പേര്? പേര് പറഞ്ഞോളൂ. അവന്തിക. അവന്തിക. പേരെന്താ? ഇച്ചിരി ടാസ്ക് ആണ് അത്. എങ്കിൽ പോലും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം പറയട്ടെ. കുട്ടികളില്ലാതിരുന്ന സമയത്ത് അമ്മയുടെ അടുത്തേക്ക് വന്ന് നേർച്ച നേർന്നപ്പോ 3 കുട്ടികള്, വലിയൊരു അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് 3 കുട്ടികളും എന്ത് ഭയങ്കര ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ ഇത് കുറവായി പോകും. എങ്കിൽ പോലും നേർച്ച ഉണ്ടായിരുന്നല്ലേ? അതെ, അതുകൊണ്ട് തന്നെ ഇവർക്ക് താലപ്പൊലി എടുക്കാൻ പറ്റുന്നവരെ താലപ്പൊലി ഉണ്ട്. എത്ര ഒരു വയസ്സ് വരെയല്ലേ താലപ്പൊലി? അതെ. ഭയങ്കര ഒരുക്കിയതാരാ? അമ്മയായിരിക്കും ഒരുക്കിയത്. എവിടെ പൊങ്കാലിടുന്നത്? ഞങ്ങളുടെ വീട് മണക്കാട് തന്നെയായിരുന്നു. എന്റെ അയൽവാസികളാണെന്നുള്ളത് എടുത്തു പറയുന്നു, കാരണം ഞാൻ തൊട്ടപ്പുറത്ത് പരുത്തിക്കുഴിയിലാണ്. അപ്പം മണക്കാട് അവിടെ തന്നെ പൊങ്കാലിടുന്നത്. അതെ. ഇതെനിക്ക് തരുമോ? അമ്മ എടുക്കണം എന്നുള്ള വാശിയിലാണ്. ഭയങ്കര സന്തോഷം. അപ്പൊ പ്രാർത്ഥിക്കാനായിട്ട് അമ്മയെ കാണാൻ വേണ്ടി പോവല്ലേ? അപ്പൊ കണ്ടിട്ട് ഒരു സന്തോഷം എന്നുള്ളതാണ്. അപ്പൊ ഇവരൊരു നേർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ കണക്ക് കുട്ടികളില്ലാതിരുന്ന ഒരു സ്ത്രീ 3 കുട്ടികൾ. ഓക്കെ. പിന്നെയും എന്റെ ഫാൻസ് ഒരു ഫോട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ അങ്ങനെ ഒരു വലിയ സന്തോഷവും ഭയങ്കര അഭിമാനവും ഒക്കെ ഉള്ളൊരു നിമിഷം കൂടിയാണ്. കാരണം ആറ്റുകാൽ അമ്മയുടെ നടയിൽ ഇത്രയും ലക്ഷക്കണക്കിന് വരുന്ന ഭക്തരാണ് ഒരു പക്ഷെ അമ്മയെ കാണാനായിട്ട്. അതൊന്ന് എടുത്തു പറയുവാണ്. പറഞ്ഞു, ബിഗ് ബോസിൽ ഇയാൾ തന്നെ ജയിക്കുമായിരുന്നു, പക്ഷെ ഇയാള് പോകണ്ടായിരുന്നു. അതെ, പൈസ എടുത്ത് ഇറങ്ങണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും. എങ്കിലും ഭയങ്കര സന്തോഷമുള്ളത് ഇപ്പോഴും ആ ചരിത്രമൊക്കെ ഓർത്തിരിക്കുന്ന അമ്മമാരെ. എന്റെ ഒരു വലിയ അതെ എന്താ പറഞ്ഞു, കാല് വയ്യായിരുന്നു, വീണ് വന്നു. ഇന്ന് കാല് വയ്യായിരുന്നു, മോളെ കണ്ടപ്പോ ഓടി വന്നതാ. അത് നിങ്ങളൊന്ന് പ്രേക്ഷകരൊന്ന് ശ്രദ്ധിക്കണം. കാല് വയ്യാതിരുന്ന ഒരു അമ്മ എന്നെ കണ്ടിട്ട് നേരെ ഓടി വന്നു എന്നുള്ളതാണ്. അപ്പം വലിയ സന്തോഷം അമ്മ. അപ്പൊ എന്തായാലും ഇന്ന് പൊങ്കാലയുടെ ദിവസമായ ദിവസം തന്നെ കുറെ അധികം ആളുകളെ കാണാനൊക്കെ സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ ആറ്റുകാൽ അമ്മയുടെ നടയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ എന്തായാലും ഇനി കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. താങ്ക് യു.